അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നേരത്തെ പോലെ തന്നെ ഒരു ലോജിക്കൽ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഔട്ട്പുട്ടാണ്. ഇതേപോലെ തന്നെ കോഡൊക്കെ തന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ചോദിക്കാം. ഇവിടെ തന്നിട്ടുള്ള ഏതൊക്കെ ആൻഡ് ഉണ്ട്, ഓറുണ്ട്, നോട്ടുണ്ട് അല്ലേ. ഓറാണ്, ഇത് പറയണ ആൻഡാണ്, ഇത് നോട്ടാണ്. അപ്പോൾ ഓരോ നമുക്ക് താഴേക്ക് എടുത്ത് എഴുതിയിട്ട് ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യം ഇതിൽ എന്താ ചെയ്യേണ്ടത്, ബ്രാക്കറ്റ് ഓപ്പൺ ആണ്. എന്താണ് ബ്രാക്കറ്റ് ഓപ്പൺ ആണ്? ഫസ്റ്റ് ബ്രാക്കറ്റ് വരുന്നത് ഏതാണ്, ഇതാണ് വരുന്നത്. അപ്പോൾ 1 ആൻഡ് 0 ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 ആൻഡ് ഓപ്പറേറ്ററിനകത്ത് എന്ത് വേണം, രണ്ട് സ്ഥലത്തും ഈക്വൽ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, രണ്ട് സ്ഥലത്തും സെയിം ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഔട്ട്പുട്ട് ട്രൂ ആവുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ രണ്ടും ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഔട്ട്പുട്ട് എന്താണ്, ഫോൾസ് ആണ്. ഇനി ഇവിടെ ഇത് മാത്രമാണ് തന്നിട്ടുള്ളത്. ഇവിടെ അതിനപ്പോൾ ഒരു നോട്ട് ഉണ്ട് അല്ലേ, അതും ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാം. നോട്ട് ഓഫ് ഇതാണ്. അപ്പോൾ നോട്ടാണ് തന്നിട്ടുള്ളത്. ഇത് ചെയ്തപ്പോൾ എന്ത് കിട്ടി, ട്രൂ കിട്ടി. അതായത് ഇത് ചെയ്തപ്പോൾ എന്താണ്, ഫാൾസ് ആണെന്ന് മനസ്സിലായി. അതിൻ്റെ നോട്ട് അപ്പോൾ എന്ത് വരും, അത് ട്രൂ ആയിട്ടാണ് വരിക കേട്ടോ. എന്താണ് വരിക, ട്രൂ ആയിട്ടാണ് വരിക. നമുക്കറിയുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ഈ ഒരു ബ്രാക്കറ്റ് നമുക്ക് തുറക്കാം. ഈ ഒരു ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുക, 1 ആൻഡ് 1 ആണല്ലേ. 1 ആൻഡ് 1 ആണ്, ആൻഡ് എന്നല്ല കേട്ടോ, 1 ആൻഡ് 1. അപ്പോൾ ബോത്ത് സൈഡ് ഔട്ട്പുട്ട് എന്താണ്, ഇൻപുട്ട് എന്താണ്, ട്രൂ ആണ്. അതുകൊണ്ട് തന്നെ രണ്ട് ഇൻപുട്ടും സെയിം ആയതുകൊണ്ട് ഔട്ട്പുട്ട് എന്ത് വരും, ട്രൂ എന്ന് വരും. ട്രൂ എന്ന് വരും. അപ്പോൾ ഒന്നിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഫാൾസ് കിട്ടി, അതിനെ നോട്ട് ചെയ്തപ്പോൾ ട്രൂ കിട്ടി. മറ്റേത് എന്ത് ചെയ്തു, ട്രൂ കിട്ടി. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടിയും ഓറാണ് ചെയ്യേണ്ടത് അല്ലേ. രണ്ടിൻ്റെയും കൂടി ഓറാണ് ചെയ്തത്. അപ്പോൾ ട്രൂ ഓർ ട്രൂ എന്ന് വരിക. എന്താണ്, ട്രൂ ഓർ ട്രൂ. ഓറിനകത്ത് ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ തന്നെ എന്ത് ചെയ്യും, അത് ട്രൂ ആവും. ഇവിടെ രണ്ടും ട്രൂ ആണ്, അതുകൊണ്ട് എന്ത് ചെയ്യും, അത് ട്രൂ ആയിട്ടാണ് വരിക. രണ്ടും ട്രൂ ആയതുകൊണ്ട് അത് ട്രൂ ആണ്. അപ്പോൾ ട്രൂവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഏതാ, ടീനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഏതാ, 1 ആണ്. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, റെഡി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബൈനറി ഇക്വാലൻ്റ് ഓഫ് ഡെസിമൽ 13 ആണ്, 13 ആണ് കേട്ടോ. ബൈനറി ഇക്വാലൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പോൾ അറിയുന്ന ഒരാൾക്കാണെങ്കിൽ ഒന്നിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, രണ്ടിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, 10നെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അറിയാത്ത ആളാണെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള ഒരു മാർഗ്ഗം എന്താ, ഇതിൻ്റെ തലയ്ക്ക് മുകളിലുള്ള വാല്യൂസ് എണ്ണിയാൽ മതി. 1 2 4 8. അതായത് ഓരോ ഡിജിറ്റിൻ്റെയും മുകളിൽ ഇപ്പം ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇതിൻ്റെ താഴെ 1 2 4 8 എന്ന് എഴുതാം. ഇതിന് ഈ ഒന്നുള്ളത് മാത്രം ആഡ് ചെയ്യാം, ഒന്നുള്ളത് മാത്രം ആഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇവിടെ ഇതെങ്ങനെ വരിക നോക്ക്. ഇവിടെ ഈ ഒരു സാധനം ഇങ്ങനെ വരാൻ നോക്കാം. ഇതിൻ്റെ വാല്യൂ എത്ര വരും, നമ്മളിതിൻ്റെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് എഴുതി നോക്കിയാൽ 1 2 4 8. ഇത് എത്ര വരും, ഇത് 1 കൂട്ടണം ഒന്നുള്ള ഇത് മാത്രം ആഡ് ചെയ്യട്ടോ, ഒന്നുള്ള മാത്രം ആഡ് ചെയ്താൽ മതി. 1 കൂട്ടണം 4ന് താഴെ ഇവിടെ 4 ഉണ്ട്. ഓക്കെ, അപ്പോൾ 8 4 12 1 13 എന്ന് വരും. ഇവിടെ തന്നെ നമുക്ക് 13 കിട്ടി. ബാക്കിയുള്ളത് അതേപോലെ ഒന്ന് ചെയ്ത് നോക്ക്. 1 2 4 8. അപ്പോൾ 8 4 12 2 ഇത് എത്ര വരും, 14 എന്ന് വരും അല്ലേ, 14. അതേപോലെ ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, 1 2 4 8. അപ്പോൾ ഇവിടെ 4 മാത്രമാണുള്ളത്. അപ്പോൾ 8 2 10 1 ഇതെന്ത് വരും, 11 എന്ന് വരും. ഇവിടെ എത്ര വരും, ഇവിടെ 1 2 4 8. അപ്പോൾ 8 1 9 വരും. അപ്പോൾ ഓക്കെ, ഇവിടെ എന്താ ചോദിച്ചിട്ട് 13 ഇക്വാലൻ്റ് ആയിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 13 ഇക്വാലൻ്റ് ഏതാ, ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, കിട്ടി. ഇതാണത് ചെയ്യാനുള്ള ഒരു എളുപ്പവഴി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്, ദ നമ്പർ സിസ്റ്റം വിച്ച് ഹാസ് ദ ബേസ് 16 ഏതൊക്കെയാണ് നമ്മൾ പഠിച്ച നമ്പർ സിസ്റ്റം. ബൈനറി ഉണ്ട്, ഡെസിമൽ ഉണ്ട്, ഹെക്സാ ഡെസിമൽ ഉണ്ട്, ഒക്ടൽ ഉണ്ട്. ഓക്കെ അല്ലേ, ഇതിലേതാ ഹെക്സാ ഡെസിമലാണ്. എന്താണ് 16 ഡിജിറ്റ് വരുന്നത് ഏതൊക്കെയാണ്, 16 ഡിജിറ്റ് എന്ന് തന്നെ പറയാമില്ല, 16 ബേസ് ആയിട്ട് പറയുന്നതാണ് ഏത്, ഹെക്സാ ഡെസിമൽ. ഒക്ടൽ എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, അപ്പോൾ 16 ഡിജിറ്റിൽ ഏതൊക്കെയാണ് വരുന്നതും കൂടി പറയാം. 0 to 9 ഡിജിറ്റ്സ് ആണ് വരുന്നത്. 0 to 9 ഡിജിറ്റുകൾ വരുന്നുണ്ട്. അതിനുശേഷം A to F ആൽഫബറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. വിച്ച് റെപ്രസെൻറ്റ് എന്ത്, 10 മുതൽ 15 വരെ നമ്പറിന്. 0 മുതൽ 9 വരെ ഡിജിറ്റ് ഉപയോഗിക്കുന്നുണ്ട്. 10 to 15 വരെ ഡിജിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആൽഫബറ്റ്സ് ആണ് A to F എന്ന് പറയുന്നത്. അപ്പോൾ Aക്ക് 10 വാല്യൂ, Fന് 15 വാല്യൂ. ഇതിൻ്റെ ഇടയ്ക്കുള്ളതൊക്കെ അതിൻ്റെ ഇതിൽ പെടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഡി ഹെക്സാ ഡെസിമലാണ് 16 എന്ന് പറയുന്നത്. ഓക്കെ, 16 ബേസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ റിസൾട്ട് ഓഫ് 1 ആൻഡ് 0. അപ്പോൾ ആൻഡിനെ കുറിച്ച് വീണ്ടും ക്വസ്റ്റ്യൻ ആണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. 1 ആൻഡ് 0 ഏതാ വരിക, ഓപ്ഷൻ 1 0. ബോത്ത് സൈഡ് ഈക്വൽ ആണോ, അല്ലെങ്കിൽ ബോത്ത് സൈഡ് സെയിം ഔട്ട്പുട്ട് ആണോ, അല്ല. അപ്പോൾ എന്താണ്, ഡിഫറൻ്റ് ആയതുകൊണ്ട് റിസൾട്ട് എന്തായാലും ഫാൾസ് വരിക. ഫാൾസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് 0 ആണ്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഗേറ്റ് ഈസ് കാൾഡ് യൂണിവേഴ്സൽ ഗേറ്റ്? ഏതാണ് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാ? അതേതാ? നാൻഡ് ഗേറ്റ് ആട്ടോ. നാൻഡ് ഗേറ്റ് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത് കാരണം എന്താ? ബിക്കോസ് ഓഫ് യു ക്യാൻ കൺസ്ട്രക്ട് എന്താണ് എനി അതർ ബേസിക് ലോജിക് ഗേറ്റ്സ്. എന്താണ് വി ക്യാൻ കൺസ്ട്രക്ട് എനി അതർ ബേസിക് ലോജിക് ഗേറ്റ്സ്. ഏതൊക്കെയാണ് ബേസിക് ലോജിക് ഗേറ്റ്സ്? ഏതൊക്കെയാണ്? നമ്മളീ പറഞ്ഞ ആൻഡ്, ഓറ്, നോട്ട്, ഈ ഗേറ്റുകളൊക്കെ ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. നോറും ഇതിൽ വരും കേട്ടോ, നോറും വരുന്നുണ്ട് യൂണിവേഴ്സൽ ഗേറ്റിന്. നോറ് ഇതൊക്കെ ഇതിൻ്റെ കോമ്പിനേഷനാണ്. അതായത് രണ്ട് ഗേറ്റുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സാധനം ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും അതൊന്ന് തിരിച്ചിങ്ങോട്ടും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, വാട്ട് ഈസ് ദ 2's കോംപ്ലിമെൻറ്റ് ഓഫ് 0 1 0 1? ഓക്കെ, ഇതാണ് ചോദിച്ചത്. 2's കോംപ്ലിമെൻറ്റ് എന്താണ്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്ത് നോക്ക്. എന്താണ് 2's കോംപ്ലിമെൻറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ 2's കോംപ്ലിമെൻറ്റ് ചെയ്യാൻ 2 സ്റ്റെപ്പേ ഉള്ളൂ. 2 സ്റ്റെപ്പ് എന്നൊന്നും പറയണ്ട, അതിനെ സിമ്പിളാണ്. ആദ്യം അതിൻ്റെ 1's കോംപ്ലിമെൻറ്റ് കാണാം. ഓക്കെ, അപ്പോൾ 2's കോംപ്ലിമെൻറ്റ് കാണാൻ പറ്റില്ലെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? 1's കോംപ്ലിമെൻറ്റ് കാണണം. അത് ചെയ്യണമെങ്കിൽ 1's കോംപ്ലിമെൻറ്റ് കാണണം. 1's കോംപ്ലിമെൻറ്റ് എങ്ങനെ കാണുക? ബൈ ഫ്ലിപ്പിംഗ് ഓൾ ബിറ്റ്സ്. എന്താണ് ബൈ ഫ്ലിപ്പിംഗ് ഓൾ ബിറ്റ്സ്? എല്ലാ ബിറ്റ്സിനെയും ഒന്ന് തലതിരിച്ചിട്ടെന്ന് പറഞ്ഞാൽ അതിന് മാറ്റിയത്. ഇത് 1 ഉള്ളത് 0 ആവും. എന്താണ് 0 1 ആവും, 1 0 ആവും. ഇത്രയേ ഉള്ളൂ. ബിറ്റുകളെ ഫ്ലിപ്പ് ചെയ്യുന്നുള്ളൂ. ബൈ ഫ്ലിപ്പിംഗ് ബിറ്റ്സ് ആണ്. ഫ്ലിപ്പിംഗ് ബിറ്റ്സ് ആണ്. ഇതിനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. അതിന് ശേഷം ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അതിന് ശേഷം എന്താ ചെയ്യുക? ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം ആഡ് 1. എന്താണ് ആഡ് 1 ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഉള്ള ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഫ്ലിപ്പ് ചെയ്യുക. നമുക്കുള്ളത് എന്താണ്? 0 1 0 1 ആണ്. അതിനെ ഫ്ലിപ്പ് ചെയ്ത് എന്ത് 0 ഉള്ളിടത്ത് 1 ആവും, 1 ഉള്ളിടത്ത് 0 1 0 1 0 1 0 ആവും. ഇനിയുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇതിലേക്ക് ആഡ് ചെയ്യണം, 1 ആഡ് ചെയ്യണം, +1. ഓക്കെ, ഇങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് അഡീഷന് അറിയണം. 0യും 1ഉം ആഡ് ചെയ്ത് എന്ത് വരും? 1ഉം 1ഉം വരുമ്പോൾ എന്ത് ചെയ്യും? അതിന് പകരം നേരത്തെ ചെയ്ത മെത്തേഡ് യൂസ് ചെയ്താൽ മതി. നേരത്തെ നമ്മൾ വേറൊരു ട്രിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? നമ്മുടെ മുകളിലുള്ള കാര്യങ്ങൾ എഴുതി വെച്ചാൽ മതി. 1 2 4 8. അപ്പോൾ എത്ര വരും? 8ഉം 2ഉം 10 വരും അല്ലേ? 10 വരും. അത് എന്താണ്? 10 വരും. ഇതിനെ ബൈനറി ഇക്വലൻ്റ് ആയിട്ട് എഴുതിയാൽ മതി. 10 + 1 എന്ന് പറയുന്നത് എത്രയാണ്? 11 ആണ്. ആ 11 ഇതിൽ വരുന്ന ഏതാ? 11നെ ഇതിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഏതാ വരുന്നത്? 11നെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക? ഇവിടെ 1 2 4 8. ഇത് ആഡ് ചെയ്യുന്ന കാര്യം പറയുന്നുള്ളൂ കേട്ടോ, ഒന്നുമില്ല. ആഡ് ചെയ്യുന്നവർക്ക് കറക്റ്റ് നേരെ ആഡ് ചെയ്ത് എഴുതിയാൽ മതി. നേരെ ആഡ് ചെയ്ത് എഴുതാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ നേരെ ബൈനറി ഇക്വലൻ്റ് എന്ത് വാല്യൂ കാണോ അതിലേക്ക് ഒന്ന് കൂട്ടുക, 11 ആണ്. അപ്പോൾ കറക്റ്റ് നമുക്ക് തെറ്റാതെ കിട്ടും. 11 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 8 ഇവിടെ 1 കൊടുത്തു അല്ലേ? ഇവിടെ 1 വരും, 1 8 8 4 തന്നെ 12 ആയി. അപ്പോൾ 4 ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ 1 ഇവിടെ 1. അപ്പോൾ 8 2 10 11 1 0 0 1 1 0 0. ഏത് ഓപ്ഷൻ സി ആണ്. 1 0 1 1 1 0 1 1 ആണ്. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ മിനിമം നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് റിക്വയർഡ് ടു സ്റ്റോർ 1 ബൈറ്റ്. മിനിമം നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്താണ് റിക്വയർഡ് ടു സ്റ്റോർ 1 ബൈറ്റ്? ഒന്നുമില്ല. 1 ബൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റ്സ് ആണ്. എന്താണ്? 8 ബിറ്റ്സാണ്. അത്രയേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സിംഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ക്യാൻ സ്റ്റോർ എക്സാക്ട്ലി 1 ബിറ്റാണ്. എന്താണ്? എ സിംഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് can store exactly 1 bit of data. അപ്പോൾ ഒരു ബൈറ്റിനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഒരു ബൈറ്റിൽ എത്ര ബിറ്റ് ഉണ്ട് നോക്കിയാൽ മതി. അതാണ് 8 ബിറ്റാണ് അതിൻ്റെ ആൻസർ. 8 ബിറ്റാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ഫുൾ ആഡർ ഹാസ് ഡാഷ് ഇൻപുട്സ് ആൻഡ് ഡാഷ് ഔട്ട്പുട്ട്സ്.
ആഡർ എന്ന് പറയുന്ന സാധനമുണ്ട്. അതിൽ എത്ര ഇൻപുട്ട് ഉണ്ട്, എത്ര ഔട്ട്പുട്ട് ഉണ്ട്. വേറെ കാര്യം കൂടി ശ്രദ്ധിക്കണം, ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഫുൾ ആഡറിനെ കുറിച്ചാണ്. എന്താണ് ഫുൾ ആഡറാണ്. ഇതുപോലെ തന്നെ മറ്റൊരു സാധനമുണ്ട്, ഹാഫ് ആഡറുണ്ട്. എന്താണ് ഹാഫ് ആഡറുണ്ട്. ഓക്കെ, ഹാഫ് ആഡർ. അപ്പോൾ ഫുൾ ആഡറിൻ്റെ കേസിൽ 3 ഇൻപുട്ടും 2 ഔട്ട്പുട്ടുമാണ് ഉണ്ടാവുക. എന്താണ് 3 ഇൻപുട്ടും 2 ഔട്ട്പുട്ടുമാണ് ഉണ്ടാവുക. അതേതൊക്കെയാണ്? ആ ആഡറിൽ വരുന്ന ഇൻപുട്ടുകൾ എന്താണ്? ഓപ്പറേറ്റർ അല്ല, ഓപ്പറൻ്റ് എന്ന് പറയുക. ഓപ്പറൻ്റ് എ, ഓപ്പറൻ്റ് ബി, അതുപോലെ തന്നെ മറ്റ് മുന്നേ ഉള്ള ഒരു ചെയ്ത ഓപ്പറേഷൻ്റെ ക്യാരി ഉണ്ടാവും. ഇതിൻ്റെ ക്യാരി ഉണ്ടാവും. അങ്ങനെയാണ് 3 ഇൻപുട്ടുകൾ വരുന്നത്. 3 ഇൻപുട്ടുകൾ വരുന്നത്. ഓക്കെ, ഇനി അതിന് 2 ഔട്ട്പുട്ടാണ് ഉണ്ടാവുക. 2 ഔട്ട്പുട്ട്. ഈ 2 ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്ന് ഇതിൻ്റെ സമ്മും മറ്റേത് ക്യാരി ആയിരിക്കും. നേരത്തെ ചെയ്ത ഓപ്പറേഷൻ്റെ ക്യാരി എടുത്ത് ഇവിടെ എഴുതിയില്ല, ഈ ക്യാരി ആയിരിക്കും. ഈ 2 ഔട്ട്പുട്ടുകളായിട്ട് വരുന്നത്. 2 ഔട്ട്പുട്ടുകൾ. ഇതിൽ ഹാഫിൽ 2 വരിക കേട്ടോ. 2 ഇൻപുട്ടും 2 ഔട്ട്പുട്ടുമാണ് ഹാഫിൽ വരിക. ഇവിടെ ഫുള്ളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ ഔട്ട്പുട്ട് ഓഫ് XOR ഗേറ്റ് വെൻ ബോത്ത് ഇൻപുട്ട്സ് ആർ 1. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ ഇതെന്താ? XOR എന്ന് പറഞ്ഞാൽ അത് എക്സ്ക്ലൂസീവ് ഓറാണ്. എന്താണ് എക്സ്ക്ലൂസീവ് ഓറാണ്. XOR എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് ഓർ. ഓക്കെ, അവിടെ എക്സ്ക്ലൂസീവിൻ്റെ കേസിൽ എന്താണെന്ന് അറിയോ? അവിടെ ഓറിൻ്റെ കേസിൽ ആദ്യം മനസ്സിലാക്കുക. 1 or 1 എന്താ? അത് 1 എക്സ്ക്ലൂസീവിൻ്റെ കേസിൽ ഔട്ട്പുട്ട് വിൽ ബി 1 ഓൺലി വെൻ ഇൻപുട്ട്സ് ആർ ഡിഫറെൻറ്റ്. XOR നേരെ തിരിച്ചാണ്. അതായത് ഇൻപുട്ട്സ്, ഈ 2 ഇൻപുട്ട്സും ഡിഫറൻ്റ് ആണെങ്കിൽ, ഇതിൻ്റെ കേസിലാണ് പറഞ്ഞത്. XORൻ്റെ കേസിൽ 2 ഇൻപുട്ടുകളും ഡിഫറൻ്റ് ആണെങ്കിൽ ഔട്ട്പുട്ട് 1 കിട്ടുള്ളൂ എന്ന്. അതായത് ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 0 വരണം, ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ 1 വന്നാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? ഔട്ട്പുട്ട് 1ലേക്ക് വരുന്നു. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബോത്ത് ആർ സെയിം. ബോത്ത് ഇൻപുട്ട്സ് ആർ സെയിം ആണ്. ഇൻപുട്ട്സ് ആർ 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 XOR 1 എന്ന് പറഞ്ഞാൽ സെയിം ആകുമ്പോൾ അതെന്ത് വരും? ഔട്ട്പുട്ട് 1 വരുമോ? ഇല്ല, 0 ആണ് വരിക. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണ് വരിക. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എന്താ വരിക? ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് നോൺ ആസ് ബേസിക് ലാച്ച് എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് SR ആണ്. SR എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് റീസെറ്റ് ആണ്. എന്താണ്? സെറ്റ് റീസെറ്റ് ആണ് SR എന്ന് പറയുന്നത്. അതാണ് ബേസിക് ലാച്ച് എന്ന് അറിയപ്പെടുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന്. ഓക്കെ, അടുത്തത് എന്താ? ആസ്കി കോഡ്. ആസ്കീൻ്റെ ഫുള്ളാണ്. നേരത്തെ ആസിഡ് പ്രോപ്പർട്ടീൻ്റെ ആസിഡിലെ ASCII എന്താ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ആസ്കി കോഡൊക്കെ എല്ലാവരും മുന്നേ നമ്മൾ പഠിച്ച ഒരു സാധനമാണ്. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് ആസ്കി കോഡ് എന്ന് പറയുന്നത്. എന്താ? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് ആണ്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വോളറ്റൈൽ മെമ്മറി? എന്താണ് വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി ലോസ് ഓൾ ഡാറ്റ വെൻ പവർ ഈസ് ടേൺ ഓഫ്. പവർ ടേൺ ഓഫ് ചെയ്യുന്ന സമയത്ത്, പവർ ഓഫ് ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? ലോസ് ഓൾ ഡാറ്റ. എല്ലാ ഡാറ്റയും എന്ത് ചെയ്യും? ലൂസായി പോവും. അതേതാ? അത് റാമാണ്. ഓക്കെ, റാമാണ് പവർ ഓഫ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഡാറ്റയും ലൂസ് ആയി പോകുന്നത്. അതിനാണ് വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. റാമാണ്. ഓക്കെ, റോം അല്ല കേട്ടോ, റീഡ് ഓൺലി മെമ്മറിയും PROM ഉണ്ട്, ERROM ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺവേർട്സ് ഡിജിറ്റൽ സിഗ്നൽ ടു അനലോഗ്? എന്താണ് ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് ആക്കുന്നത്? ഏതാ? താഴെ പറഞ്ഞത് മോഡുലേറ്റർ ഉണ്ട്, ഡീമോഡുലേറ്റർ ഉണ്ട്, മൾട്ടിപ്ലക്സർ ഉണ്ട്, ഡീകോഡർ ഉണ്ട്. ഏതാണ്? മോഡുലേറ്ററാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് പൈപ്പ് ലൈൻ ഇൻ
ഡിസ്ക്രൈബ്സ് പൈപ്പ് ലൈനിങ് ഇൻ CPU പൈപ്പ് ലൈനിങ്ങിനെ ഡിസ്ക്രൈബ് ചെയ്തത്, അതായത് അതിന് താഴെ കൊടുത്തതിൽ ബെസ്റ്റായിട്ട് നമുക്ക് ഏതാണ് ഓപ്ഷൻ, ഏത് ഓപ്ഷനാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് നോക്കാം. എക്സിക്യൂട്ടിംഗ് മൾട്ടിപ്പിൾ പ്രോസസ്സസ് സൈമിൾട്ടേനിയസ്ലി ആണോ, യൂസിങ് ക്യാഷ് മെമ്മറി ടു സ്പീഡ് അപ്പ് ആക്സസ് ആണോ, എന്താണ് എക്സിക്യൂട്ടിംഗ് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് ഇൻ ഓവർലാപ്പിംഗ് സ്റ്റേജ് ആണോ, ഇൻക്രീസിങ് ക്ലോക്ക് സ്പീഡ് ആണോ, ഏതാണ്? ഓപ്ഷൻ സി ആട്ടോ. എന്താണ്? എക്സിക്യൂട്ടിംഗ് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ ഇൻ ഓവർലാപ്പിംഗ് സ്റ്റേജസ് ആണ്. ഓക്കെ, അതാണ് പൈപ്പ് ലൈനിങ് ഇൻ CPU പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് രജിസ്റ്റർ ഹോൾഡ്സ് ദ അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്? അതായത് അടുത്ത എന്ത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം എന്നതിൻ്റെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏത് എക്സിക്യൂട്ട് ചെയ്യണം അതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നത് ഏതാണ്? അതേതാണെന്നാണ് ചോദ്യം. വിച്ച് രജിസ്റ്റർ ഹോൾഡ് ദ അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടബിൾ? അതേതാണ്? അത് PC ആണ്. PC എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടറാണ്. എന്താണ്? പ്രോഗ്രാം കൗണ്ടറാണ് PC. IR എന്താ? IR എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററാണ്. എന്താണ്? ഇവിടെ എഴുതാം, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററാണ് IR എന്ന് പറയുന്നത്, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഈ IR എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹോൾഡ് ആക്ച്വൽ ഇൻസ്ട്രക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ഇത് ഹോൾഡ് ചെയ്യുന്നത്. ഇനി MAR എന്താ? മെമ്മറി അഡ്രസ് രജിസ്റ്റർ. ഇതെന്താണ്? അതിൽ തന്നെ ഉണ്ട്, ഹോൾഡ് ഫിസിക്കൽ മെമ്മറി അഡ്രസ്സസ്. ഇനി MBR എന്താ? അത് മെമ്മറി ബഫർ രജിസ്റ്റർ ആണ് കേട്ടോ. മെമ്മറി എന്താണ്? ബഫർ രജിസ്റ്റർ. അതെന്താണ്? ടെമ്പററി ഹോൾഡ് ഡാറ്റ മൂവിങ് എന്താണ് ടു ഓർ ഫ്രം ദി മെമ്മറി ബേസിസ്. ഇതാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇതിലേക്കൊന്നും പോകേണ്ട, ഓരോന്നിൻ്റെ ഒരു ഫുൾ ഫോമെങ്കിലും അറ്റ്ലീസ്റ്റ് അറിയുക എന്നുള്ളത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. SQL എന്നാണ്. ഇൻ SQL വിച്ച് കീവേഡ് ഈസ് യൂസ്ഡ് ഫോർ പാറ്റേൺ മാച്ചിങ് ലൈക്ക് വൈൽഡ് കാർഡ്സ്? അറിയാം അതെന്താണ്? അത് ലൈക്കാണ്. ലൈക്ക് ഇതുപോലെ, അതായത് നമ്മളിങ്ങനെ ഒരു പെർസെൻറ്റേജ് ഒക്കെ ഇട്ടിട്ട് ലൈക്ക് A, അതായത് Aയിൽ തുടങ്ങുന്ന പോലെ, അല്ലെങ്കിൽ Aയിൽ അവസാനിക്കുന്ന പോലെ, അല്ലെങ്കിൽ Tയിൽ അവസാനിക്കുന്ന പോലെ, Tയിൽ തുടങ്ങുന്ന പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് SQL കീവേഡ് യൂസ് ചെയ്തിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ആ കീവേഡ് എന്ന് പറയുന്നത് ലൈക്കാണ്. ലൈക്ക് യൂസ്ഡ്, അത് എന്തിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് വിത്ത് വേർ ക്ലോസ് ആണ്. ഇതിൽ തുടങ്ങുന്നത് ഇതിൽ അവസാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സോർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 43ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്യാഷ് മെമ്മറി ഈസ് യൂസ്ഡ് ടു. ക്യാഷ് മെമ്മറി എന്തിനാ? സ്പീഡപ്പ് മെമ്മറി ആക്സസ് ആണ്. നമ്മൾ ഫോണിലൊക്കെ ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, മറ്റെല്ലാത്തിലും ഉണ്ട്, ഇലക്ട്രോണിക് ഇതിൽ, കമ്പ്യൂട്ടറിൽ, ഇതിലൊക്കെ. അതിൽ ക്യാഷ് മെമ്മറി എന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്പീഡപ്പ് എന്നാണ്. മെമ്മറി ആക്സസ് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാഷ് മെമ്മറി ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി ഡിഫറെൻറ്റ് ഇൻപുട്സ് കോമ്പിനേഷൻ ആർ പോസിബിൾ ഫോർ എ 4 ഇൻപുട്ട് ലോജിക് ഗേറ്റ്? 4 ഇൻപുട്ട് ലോജിക് ഗേറ്റിൽ എത്ര ഇൻപുട്ട് കോമ്പിനേഷൻ പോസിബിളാണ്? എന്താണ്? എത്ര ഇൻപുട്ട് കോമ്പിനേഷൻ പോസിബിളാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നുമില്ല, 2n ആണ് അതിൻ്റെ ആൻസർ. എന്താണ്? 2n. അപ്പോൾ ഇവിടെ കോമ്പിനേഷൻ എന്താ? 2/4 ആണ്. എത്ര വരും? 16. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി ഡിഫറെൻറ്റ് ഇൻപുട്സ് കോമ്പിനേഷൻ ആർ പോസിബിൾ ഫോർ 4 ഇൻപുട്ട് ലോജിക് ഗേറ്റ്? എത്രയാണ്? 4 ആണ് ചോദിച്ചത്. 2/4 ചെയ്താൽ മതി, 16 വരും. ദ ബേസിക് യൂണിറ്റ് ഓഫ് എ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഈസ്. ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബിറ്റാണ്. എന്താണ്? ബിറ്റാണ്. ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ബിറ്റാണ്. ബേസിക് യൂണിറ്റ് ഓഫ് എ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഈസ്, ദാറ്റ് ഈസ് ബിറ്റ്.
ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂസസ് ദ സ്റ്റാക്ക്? വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂസസ് ദ സ്റ്റാക്ക്? ഏതാണ്? അത് സബ് റൂട്ടീൻസ് ആണ്. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഫാസ്റ്റസ്റ്റ് മെമ്മറി ഏതാ? നേരത്തെ നമ്മൾ പറഞ്ഞു ഫാസ്റ്റസ്റ്റ്, താഴെ കൊടുത്തിരുന്നതിൽ ഫാസ്റ്റസ്റ്റ് ഏതാ? ക്യാഷ് ആണ് കേട്ടോ. അപ്പോൾ ക്യാഷ് ആണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് അല്ല, രജിസ്റ്റർ ആണ്. രജിസ്റ്റർ ഇവിടെ ഓപ്ഷൻ ഇല്ല. ഗ്രേറ്റർ ദാൻ ക്യാഷ് മെമ്മറി, ഗ്രേറ്റർ ദാൻ റാം, ഗ്രേറ്റർ ദാൻ പിന്നീട് നമ്മുടെ SST ഒക്കെ വരുന്നത്. SST, അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക്, മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിലാണ് വരുന്നത്. രജിസ്റ്റർ ആണ് ഏറ്റവും ഫാസ്റ്റ്, അതിനുശേഷം ക്യാഷ് വരുന്നു. ഇവിടെ ക്യാഷാണ് ആദ്യം കൊടുത്തിട്ട് ക്യാഷ് മെമ്മറിയാണ്, അപ്പോൾ അത് ആദ്യം വരും. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഇൻട്രപ്റ്റിന് ടൈപ്പ് അല്ലാത്ത ഏതാ? സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, ഇൻറ്റേർണൽ, മാനുവലാണ്. അതിൻ്റെ ആൻസർ മാനുവലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. The time required to access a storage location is called. The time required to access storage location. Time required ആണ്. അതായത് ഏതാ വരിക? ത്രൂപുട്ട് ആണോ, ലേറ്റൻസി ആണോ, ബാൻഡ്വിഡ്ത്ത് ആണോ, റെസ്പോൺസ് ടൈം ആണോ? ആക്സസ് സ്റ്റോറേജ് ലൊക്കേഷൻ ചോദിച്ചത് അത് ലേറ്റൻസി ആണ്. ഓക്കെ, 15th ക്വസ്റ്റ്യൻ ആണ്. 50ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മുടെ മുന്നത്തേതിലും. ദ ഫുൾ ഫോം ഓഫ് DBMS ആണ് ചോദിച്ചിട്ടുണ്ട്. DBMSൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്താണ്? ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ബിസിനസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ഒന്നുമല്ല കേട്ടോ. DBMS എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. എന്താ വരിക? ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് DBMS, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത 50ഓളം ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ ഈ ഒരു ഇതിൽ ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത് മാത്സ് ആണ്. ഓക്കെ, മാത്സ് ആണ്. നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ശരി, താങ്ക് യു.